2 മിനിറ്റിൽ ഈ കിടക്കുന്നവന്മാരിൽ ഒരെണ്ണത്തിന് നമുക്കങ്ങ് വറുത്താലോ. അത് വരാലാണേ. അതിലൊരെണ്ണത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. വറുക്കാനായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പച്ചക്കുരുമുളക്, ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി. ഇത് ഇത്രയും ആവശ്യത്തിന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങ് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും ഒക്കെ ആ നീരിൽ തന്നെ അതങ്ങ് മിക്സായിട്ട് പൊയ്ക്കോളും. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ നമ്മളുടെ മീനകത്തേക്ക് ഇതായി വീഡിയോയിൽ കാണുന്ന കണക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് പെരട്ടുക. സംഭവം ഇത്രയേ ഉള്ളൂ. മീനിൽ ഫുള്ള് ഇതേ കണക്ക് അങ്ങ് പെരണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് അടുപ്പിലാണ് വെക്കുന്നത്. ചൂട്ട് കത്തിച്ചാണ് നമ്മളിത് വറുക്കാൻ പോകുന്നത്. ഗ്യാസ് വെക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയി. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചപ്പോഴത്തേക്കുമാണ് നമ്മൾ ഒരു സാധനം കണ്ടത്. അത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ നടുക്കൊരു ഊട്ട, ചീനച്ചട്ടിക്ക് ഊട്ട വീണതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ എന്നിട്ട് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അതേ ചീനച്ചട്ടി നമ്മൾ ചരിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന സാധനം, ആ മസാല പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ വരാലുകളെ എടുത്ത് അതിലേക്ക് ഇട്ടത്. കുറച്ച് നേരം അങ്ങനെ കിടന്ന് അതിങ്ങനെ മൂത്തോന്നൊക്കെ നോക്കാനായിട്ട് മറിച്ചൊക്കെ ഇട്ട് നോക്കിയത്. ഇപ്പം അത്ര മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ, മറിച്ചതാണ് വെറുതെ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ മറിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടിക്ക് ഊട്ടയായതുകൊണ്ട് നന്നായിട്ട് എണ്ണ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് വരേണ്ടി വന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ ചട്ടിയിൽ ഊട്ട തിളങ്ങി നിൽക്കുന്നത്? അതാണ് നമ്മുടെ ചട്ടിയിൽ 2 ഊട്ടകൾ. പിന്നെ വലിയ ഊട്ടയല്ലേ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര മടിയായതുകൊണ്ട് ഊട്ടയുള്ള ചട്ട് പോലും മാറ്റാതെ അത് ചരിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വറുക്കുന്നത്. ഇത് കണ്ടോ. പിന്നെ അമ്മ ഇത് മുരിഞ്ഞോന്ന് അറിയാനായിട്ട് ചട്ടകം വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇച്ചിരി എരിവ് കൂടി പോയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ദോഷം പറയാനായിട്ട് വേറെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോഴേ ഇതാണ് നമ്മളുടെ മീൻ വറുത്തത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.